വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് കേരള പാഠാവലിയുടെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വായിക്കാം, എഴുതാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫ് വായിക്കാം. യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തേക്കൊന്നുമല്ല, എന്നാൽ മനോഹരമായ ഒരിടത്തേക്ക്, അമ്മൂമ്മയുടെ വീട്ടിലെ പറമ്പിലേക്ക്. തുടക്കത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് മാറി. പേടി മാറ്റിയത് കുറെ പൂമ്പാറ്റകളും പക്ഷികളും പിന്നെ ഒരണ്ണാനുമായിരുന്നു. പോയി തിരികെ വരുന്നത് വരെ പൂമ്പാറ്റകൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കാൻ പക്ഷികളുടെ മധുരതരമായ ഗാനങ്ങളും ഇടയ്ക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദവും കേട്ടു. അത് ആരാണെന്ന് ഞാൻ കണ്ടെത്തി. അത് അണ്ണാനായിരുന്നു, ഒരു കുഞ്ഞണ്ണൻ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ മരങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ എന്തു സുഖമാണെന്നോ. ഈ മനോഹരമായ പ്രകൃതിയെയാണ് മനുഷ്യർ വെട്ടി നശിപ്പിക്കുന്നത്. ഇനി ആരെങ്കിലും പ്രകൃതിയെ നശിപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും. ഉറപ്പ്. ഒരു മനോഹര യാത്ര, അഞ്ജന എസിന്റെ ഒരു ഇതാണ് തന്നിരിക്കുന്നത്. ഇനി ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കുട്ടിയുടെ യാത്ര എവിടേക്കായിരുന്നു? അമ്മൂമ്മയുടെ വീട്ടുപറമ്പിലേക്ക്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടിയുടെ യാത്രയിലുടനീളം കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? പൂമ്പാറ്റകൾ. സി ക്വസ്റ്റ്യൻ, കുട്ടിയുടെ യാത്രാനുഭവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പേടി മാറ്റിയത് കുറെ പൂമ്പാറ്റകളും പക്ഷികളും പിന്നെ ഒരണ്ണാനുമായിരുന്നു. ആ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ പാരഗ്രാഫിലുണ്ട്. ഇടയ്ക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടത് കുയിലിൻ്റെതായിരുന്നു. അല്ല, അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഒന്ന് മാത്രം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഡി ക്വസ്റ്റ്യൻ, യാത്രക്കിടയിൽ കുട്ടി കേട്ട വ്യത്യസ്തമായ ശബ്ദം ആരുടേതായിരുന്നു? അണ്ണാന്റേതായിരുന്നു. ഓപ്ഷൻ ഡി തന്നെയാണ് അതിന്റെയും ഉത്തരം. ഇനി ഈ കാര്യകാരണ ബന്ധം നോക്കി ശരിയുത്തരം കണ്ടെത്തുക. കാര്യം, പ്രകൃതിയെ നശിപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും. ഉറപ്പ്. കാരണം എന്താണ്? അമ്മൂമ്മയുടെ വീട്ടുപറമ്പിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയ യാത്രാനുഭവങ്ങൾ മനോഹരമായിരുന്നു. അതെ, അപ്പൊ അതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് എതിർക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്ന് കുട്ടി പറയുന്നത് കാരണം അത്രയും നല്ല അനുഭവമായിരുന്നു അമ്മൂമ്മയുടെ വീട്ടുപറമ്പിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയത്. അപ്പൊ കാര്യവും കാരണവും ശരിയാണ്. ബി ആണ് ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറിപ്പ് തയ്യാറാക്കാനാണ്. വിസ്മയ കാഴ്ചകളുടെ ഉറവിടങ്ങൾ തേടിയുള്ള യാത്രകളുടെ ഭംഗി. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്ത് പരിചയപ്പെട്ടല്ലോ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു യാത്രയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. നിങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു, ആ കാഴ്ചകളുടെ ഭംഗി, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തത്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു യാത്രയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, കാടിന്റെ കഥാകാരൻ ആര്? ഓപ്ഷൻ ഡി N.A. നസീർ ആണ്. സി ക്വസ്റ്റ്യൻ, അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആര്? അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ലളിതാംബിക അന്തർജനം. നെക്സ്റ്റ്, ചുവടെ കൊടുത്ത 3A 3B എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദന കുറിപ്പാണ്. ചിത്രശലഭം എന്ന ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. മഴവില്ലിൻ മുത്തുകൾ ചിതറിത്തെറിച്ചൊരു വിസ്മയ വൈഭവം പോലെ വർണ്ണശബളമാ നൂലുകൊരുത്തൊരു മിന്നുന്ന കുപ്പായം ചാർത്തി ആനന്ദത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ മായാജാലം പോലെ മന്ദം മരതക കല്ലു പതിപ്പിച്ച പോലെ നിൻ മേനി കാണാൻ എന്തഴക്. ചേലൊഴും ചിറകു വിടർത്തി നീ പാറുമ്പോൾ വിസ്മയം തൂവുന്നു പാരിൽ. പുഷ്പങ്ങളോളം നിരയായി നിൽക്കുന്നൊരു ധ്യാനമാണു നിൻ തോഴൻ. അശ്വതി എവിയുടെ ചിത്രശലഭം എന്ന കവിതയില് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ചിത്രശലഭത്തെ കുറിച്ചും ചിത്രശലഭത്തിന്റെ ഭംഗിയെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രശലഭത്തെ എങ്ങനെയൊക്കെയാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? മഴവില്ലിൻ മുത്തുകൾ ചിതറിത്തെറിച്ചൊരു വിസ്മയ വൈഭവം പോലെയും വർണ്ണശബളമാം നൂല് കൊരുത്തൊരു മിന്നുന്ന കുപ്പായം ചാർത്തി ആനന്ദത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ മായാജാലം പോലെ മരതക കല്ല് പതിപ്പിച്ച പോലെ, അങ്ങനെ കുറേ ഉപമകള് ഈ ചിത്രശലഭത്തിന് കൊടുത്തിട്ടുണ്ട്. മഴവില്ലിൻ മുത്തുകൾ ചിതറിത്തെറിച്ചൊരു വിസ്മയം, അല്ലെ? അതുപോലെ അത്രയും വർണ്ണശബളമാണ് നീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത്രയും നല്ല നിറങ്ങൾ നിന്നിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രശലഭത്തിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാണാൻ വളരെ സുന്ദരമാണെന്നും പിന്നെ അത് ചിറക് വിടർത്തി പാറുമ്പോൾ ലോകം മുഴുവൻ എന്താണ് വിസ്മയം തൂവുന്നുവെന്നും പുഷ്പങ്ങളാവോളം പൂന്തോട്ടത്തിൽ നീ ഇങ്ങനെ നിക്കുന്നത് പൂന്തോട്ടത്തിലെ പൂക്കളുടെ തോഴനായിട്ട് നീ ഇങ്ങനെ നിക്കുന്നത് കാണുമ്പോഴൊക്കെ അതൊക്കെ കുളിർമയാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകൃതി സുന്ദരമാണ്, മരങ്ങളും പൂക്കളും കിളികളും അതിനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ സുന്ദരമാക്കുന്നു എന്നാണ് ഈ കവിതയെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രശലഭം എന്ന ഒരു തലക്കെട്ട് ഇതിന് വളരെ അനുയോജ്യം കൂടിയാണ് അല്ലേ. അപ്പോ അത്രയും നല്ലൊരു കവിതയാണ് ഇത്. അങ്ങനെ ആ രീതിയിൽ അതൊക്കെ പറഞ്ഞ് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. മണ്ണിലൊരായിരം ജീവനെ പിച്ച വെപ്പിക്കുവാനായില്ലക്കൈ നീട്ടി ചില്ലുവെള്ളിച്ചിരി കുലുക്കങ്ങൾക്കൊത്തു മെല്ലെ മെല്ലെ തലയാട്ടുകയായി മരം. തന്നിരിക്കുന്ന കവിതയിലെ ആശയവും ഇലകൾ എന്ന കവിതയിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അതായത് മുകളിൽ ചിത്രശലഭത്തെ കുറിച്ച് പറഞ്ഞതും രണ്ടാമത് എന്താണ് മരങ്ങളെ കുറിച്ചും അല്ലേ, അതില് ഈ മരങ്ങളെ കുറിച്ച് മരത്തിനും അതിലെ ഇലകളെ കുറിച്ചൊക്കെ തന്നേക്കുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് കവിതകളും തമ്മില് ആശയം താരതമ്യം ചെയ്യുക. അപ്പൊ അതിന്റെ ആസ്വാദനം പറയുന്ന അതേ രീതിയിൽ തന്നെ ഇതിന്റെയും ആശയങ്ങൾ പറഞ്ഞ് രണ്ടും കൂടി അതില് പൂമ്പാറ്റയെ കുറിച്ചും ഇതിലെന്താണ് മരങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് രണ്ടിനെയും കുറിച്ച് രണ്ടും നമുക്ക് എന്താണ് അത്യന്താപേക്ഷികമായ ഇത് തന്നെയാണ് അല്ലെ. പ്രകൃതിക്ക് സുന്ദരമാവണമെങ്കിൽ മരങ്ങളും പൂക്കളും കിളികളും ഒക്കെ വേണം. അപ്പൊ രണ്ട് കവിതയിലും പ്രകൃതിയിലെ വരദാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് രണ്ടും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുവടെ കൊടുത്ത 4A 4B എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4A വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു. ഈ വരികളുടെ യാത്രികൻ അർത്ഥമാക്കുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന്, അതായത് ഞാൻ അതിൽ മുങ്ങിപ്പോയെങ്കിലും എനിക്ക് അതിൽ നിന്ന് കരകയറണം എന്ന ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന അതിലൂടെ യാത്രികൻ അർത്ഥമാക്കുന്നത് എന്താണോ അത് വിശകലനം ചെയ്ത് വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അവൻ തന്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി. പ്രിയപ്പെട്ടവരുടെ സ്നേഹം എന്നും വ്യത്യസ്ത അനുഭവം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അതെ അല്ലെ, പ്രിയപ്പെട്ടവരുടെ സ്നേഹം ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് അല്ലെ. അപ്പൊ അവര് നമുക്ക് നമ്മളെ വെറുതെ നോക്കിയാൽ പോലും നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, പത്രവാർത്ത തയ്യാറാക്കുക. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചോറ്റുപുറം ഗവൺമെന്റ് UP സ്കൂളിലെ ഭാഷാ ക്ലബ്ബ് മനസ്സിലെ കിളി എന്ന കഥ നാടകമായി അവതരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്ത തയ്യാറാക്കുക. അപ്പൊ എന്താണ്, സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു, അതാണ് പത്രവാർത്തയിലെ ഹെഡിങ് കൊടുക്കുക. സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. പിന്നെ സ്ഥലം എവിടെയാണ്, ചോറ്റുപുറാണ്. ചേറ്റുപുറം എന്നാണ് കിടക്കുന്നത്. അപ്പൊ ചേറ്റുപുറം എന്ന് എഴുതിയിട്ട് 2 കുത്തിട്ടിട്ട് എന്ത് എഴുതണം, ചേറ്റുപുറം ഗവൺമെന്റ് UP സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ ഭാഷാ ക്ലബ് മനസ്സിലെ കിളി എന്ന കഥ നാടകമായി അവതരിപ്പിച്ചു. നാടകത്തിൽ ഇന്ന ആൾക്കാരൊക്കെ പങ്കെടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് പത്രവാർത്ത തയ്യാറാക്കുക. അടുത്ത കഥാപാത്ര നിരൂപണം. അല്ലച്ചാ, നക്ഷത്രം എനിക്ക് നക്ഷത്രത്തിനെ വേണം എന്ന് പറഞ്ഞു കരയുന്ന കുട്ടിയെ നക്ഷത്രം എന്ന കഥയിൽ പരിചയപ്പെട്ടല്ലോ. കുട്ടിയുടെ സ്വഭാവത്തിലെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അതായത് നക്ഷത്രങ്ങൾ എന്ന കഥയിലെ ആ കുട്ടിയുടെ കഥാപാത്രം, അവന്റെ വേഷം, അവന്റെ രൂപം, പിന്നെ അവന്റെ സ്വഭാവം, അവന്റെ കഥാപാത്രത്തിന്റെ പ്രത്യേകത, ഇതൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.